പൈത്തണിൽ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട്. സോ നമുക്കിപ്പോൾ ഒരു വേരിയബിളിൽ ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സിംഗിൾ ഡിജിറ്റ് അല്ല, മൾട്ടിപ്പിൾ ഡിജിറ്റ്സ് വരുന്ന ഒരു നമ്പർ. ഫോർ എക്സാമ്പിൾ 1, 2, 3 ഇങ്ങനൊരു നമ്പർ നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഇൻറ്റിജറാണ്. അപ്പോൾ ഫ്രാക്ഷണൽ വാല്യൂസ് ഒന്നുമില്ല. സോ ഇതിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 2 5, 5 + 1 6 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. 3, 2, 1 എന്ന് പറയുന്ന നമ്പർ കിട്ടിയാലും സെയിം ആൻസർ വരണം. ഇപ്പം 4, 6, 2 കിട്ടിയാൽ നമുക്ക് വരേണ്ടത് 12 ആണ് ആൻസർ വരേണ്ടത്. ഇനി എത്ര ഡിജിറ്റ് വന്നാലും, അതായത് ഡിജിറ്റിൻ്റെ എണ്ണം എത്ര കൂടിയാലും അതെല്ലാം ആഡ് ചെയ്ത് ടോട്ടൽ സം നമുക്ക് വരണം എന്ന് വിചാരിക്കുക. സോ പൈത്തണിൽ നമുക്കതെങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ലോജിക് വൈസ് പറയുവാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമുണ്ട്. സോ ഐഡിയലി നമ്മൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ചെയ്യുന്നത് ഇത് ഓരോ ഡിജിറ്റായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ഡിജിറ്റ് ബൈ ഡിജിറ്റായിട്ട് ആഡ് ചെയ്ത് ഒരു സം എന്ന് പറയുന്ന ഒരു വേരിയബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് സം ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷേ പൈത്തണിൽ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും, എത്ര വലിയ നമ്പറാണെങ്കിലും. സോ അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്, ഇതിപ്പം നമുക്കൊരു നമ്പർ തരുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ഇൻറ്റിജർ ഫോർമാറ്റിലാണ് നമ്പർ തരുന്നത്. അതായത് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റ ടൈപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഇൻറ്റിജറാണ്. സോ ഐഡിയ എന്ന് പറയുന്നത് ഇതിനെ നേരെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഏതാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ 1, 2, 3 ആണ് നമ്മുടെ നമ്പർ എന്നുണ്ടെങ്കിൽ അതിനെ നേരെ സ്ട്രിങ്ങിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ സ്ട്രിങ് ഒക്കെ കിട്ടും. സോ കാരണം നമ്പേഴ്സ് ആണെങ്കിലും അത് ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ആയിട്ട് എടുക്കാനായിട്ട് എളുപ്പമാണ്. സോ അങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. ഇതിനെ നമുക്ക് ലിസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് കിട്ടുക ഇത് ഓരോന്നും ഓരോ സെപ്പറേറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ട് തിരിച്ച് കിട്ടും, ഓരോ ഡിജിറ്റും. ഓക്കെ, ദിസ് ഈസ് 3. സോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനെ ഓരോ ഡിജിറ്റും സ്ട്രിങ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതിനെ വീണ്ടും നമുക്ക് ഇൻറ്റിജറാക്കി മാറ്റണം. സോ ഇൻറ്റിജറാക്കി മാറ്റാൻ നമുക്ക് ഒരു സീക്വൻഷ്യൽ ഒബ്ജക്റ്റ്, ലിസ്റ്റ് പോലൊരു സീക്വൻഷ്യൽ ഒബ്ജക്റ്റിൽ ഇൻറ്റിജർ ഓപ്പറേഷൻ എല്ലാ എലമെൻറ്റ്സിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ എന്ത് ഫംഗ്ഷനാണ് ഇതിൻ്റെ ഓരോ എലമെൻറ്റിലും പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമുക്ക് ഓരോന്നിനെയും ഇൻറ്റിജറായിട്ടാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേര്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ പേര് മാത്രം കൊടുക്കുക. അതിനുശേഷം ഈ വേരിയബിൾ എന്താണോ ആ വേരിയബിൾ കൊടുക്കുക. സപ്പോസ് ഈ വേരിയബിളിൻ്റെ പേര് എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതായത് ഈ ലിസ്റ്റ് വേരിയബിളിൻ്റെ, അതായത് ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സും സ്ട്രിങ് ആക്കി കിട്ടിയ, ഓരോ ഇൻഡിവിജ്വൽ ഡിജിറ്റും സ്ട്രിങ് ആക്കി കിട്ടിയ വേരിയബിളിൻ്റെ പേര് എക്സ് ആണെങ്കിൽ അത് കൊടുക്കുക. സോ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാപ്പ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കിട്ടുക. അതിൻ്റെ മുകളിൽ അത് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് സമ്മിങ് ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ നമ്മൾ സം ഓപ്പറേഷൻ ചെയ്യും, നമുക്ക് ടോട്ടൽ ഡിജിറ്റ്സിൻ്റെ സം കിട്ടും. സോ നമുക്ക് കോഡിലോട്ട് പോകാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. സോ സപ്പോസ് എൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു അഗെയിൻ 1, 2, 3 ആണെന്ന് വിചാരിക്കുക. സോ ഇതിനെ നേരെ സ്ട്രിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ str ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. സോ പ്രിൻ്റ് ചെയ്ത് വരുമ്പം, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ കൊലാബ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് അപ്പോസ്ട്രോഫി അല്ലെങ്കിൽ ഇവിടെ കൊട്ടേഷൻ മാർക്ക് കാണാം. സോ അതിൻ്റെ അർത്ഥം ഇത് സ്ട്രിങ് ആയി മാറിയിട്ടുണ്ടെന്നാണ്. ഇൻറ്റിജർ ആയിരുന്നത് സ്ട്രിങ് ആയി മാറി. നേരെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ലിസ്റ്റ് ഫംഗ്ഷൻ വിളിക്കാം. സോ ലിസ്റ്റ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഇതുപോലെ 1, 2, 3 സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടി. ഇനിയാണ് നമ്മുടെ ആ ഒരു മെയിൻ ഓപ്പറേഷൻ, അതായത് ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിനെയും ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അത് ചെയ്യാനായിട്ട് ഞാൻ മാപ്പ് ഫംഗ്ഷൻ വിളിക്കുന്നു. മാപ്പ് ഫംഗ്ഷനിൽ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷനാണ്, ഓരോ എലമെൻറ്റിലും എന്ത് ഫംഗ്ഷനാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ എനിക്ക് ഇൻറ്റിജറായിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഫംഗ്ഷൻ്റെ പേര് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് അത് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് വരുന്നത് ഈ ഒരു കൺവേർട്ടഡ് ലിസ്റ്റിൻ്റെ പേരാണ്. അപ്പം ഞാനത് സച്ച് അത് തന്നെ കൊടുക്കുന്നു. സോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, മാപ്പിൻ്റെ ബ്രാക്കറ്റ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, കളർ വെച്ചിട്ട് നമുക്ക് മാപ്പിൻ്റെ ഇത് യെല്ലോ കളറിലാണ് ബ്രാക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട് ഒരു സെപ്പറേറ്റ് കളറിൽ. ദെൻ സ്ട്രിങ്ങിൻ്റെ ഇതും ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ റൺ ചെയ്താൽ നമുക്ക് ആക്ച്വലി ഒരു മാപ്പ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുക. പക്ഷേ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള നമ്മുടെ സം ഫംഗ്ഷൻ വിളിക്കാൻ സാധിക്കും. സോ ഇത് വിളിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടോട്ടൽ സം
കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് 6 എന്ന് പറയുന്ന കറക്റ്റ് ആൻസർ കിട്ടി. സോ ഇനി നമ്മളിവിടെ എന്ത് മാറ്റിയാലും അതിനനുസരിച്ച് കറക്റ്റ് ടോട്ടൽ സം നമുക്ക് കിട്ടും. 3 to 1 1 2 3 കൊടുത്താലും 6 തന്നെയാണ് ആൻസർ. 4 6 2 കൊടുത്താലും 4 6 2 കൊടുത്തു കഴിഞ്ഞാൽ 12 നമുക്ക് കിട്ടും. 4 6 1 കൊടുത്തു കഴിഞ്ഞാൽ 11 കിട്ടും. ഇനി നമുക്ക് 1 2 3 4 5 6 കൊടുത്താൽ എന്താണ് കിട്ടുക എന്ന് നോക്കാം. സോ 21 ആണ്. സോ നമുക്കത് വെരിഫൈ ചെയ്യാവുന്നതാണ്. 1 2 3യുടെ 6 ആണ്. 6 + 4 10 10 + 5 + 6 21. ഓക്കെ, സോ നമുക്ക് എങ്ങനെയൊക്കെ ഏത് നമ്പർ തിരിച്ചു കൊടുത്താലും ടോട്ടൽ സം കിട്ടും. ഒറ്റ ലൈനിൽ പൈത്തണിൽ വളരെ ഈസി ആയിട്ട് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സോ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഒരുപാട് ഓപ്പറേഷൻസ് വളരെ പൈത്തോണിക് വേയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിനെപ്പറ്റിയൊരു അറിവ് ഉണ്ടെങ്കിൽ. ഓക്കെ.